എല്ലാവർക്കും നമസ്കാരം. ഓണം ഓടിയെടുത്തല്ലേ. നമ്മുടെ കുഞ്ഞാപ്പിയുടെ സ്കൂളിലേക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയിലായിരുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പിനെ പൊന്നുപോലെ നോക്കുന്ന ടീച്ചർമാർക്കും ചേച്ചിമാർക്കും ഓണമായിട്ട് ഇച്ചിരി പായസം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. നമ്മളിന്ന് 1/2 കിലോ ഗോതമ്പിൻ്റെ പായസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 1 കിലോ ശർക്കര എടുത്തിട്ടുണ്ട്, 6 തേങ്ങ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്തത് ഗോതമ്പ് നല്ലവണ്ണം വറുത്തെടുത്തു, അതുപോലെ ശർക്കര ചെറിയ കഷ്ണങ്ങളാക്കി പൊടിച്ചെടുത്തു. 1 കിലോ ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി എടുക്കണം. ഇത് ലോ ഫ്ലെയിമിൽ അവിടെ കിടക്കട്ടെ. അത് ശർക്കര പാനിയായിട്ട് വരുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ച ഗോതമ്പ് നന്നായി കഴുകി കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. 1/2 കിലോ ഗോതമ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. നല്ലവണ്ണം വെള്ളം ഒഴിച്ച് വേണം വേവിച്ചെടുക്കാൻ. കുക്കറിൻ്റെ അടിയിൽ പിടിക്കാൻ പാടില്ല. ഒരു 3-4 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 വിസിൽ, അപ്പോഴേക്കും ഗോതമ്പ് നല്ല വെന്ത് സെറ്റാവും. ശർക്കര നല്ല പാനിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടോടെ തന്നെ നമുക്ക് അരിച്ചെടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ കട്ടിയായി അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് വരും. ചൂടോടെ നമ്മൾ ശർക്കര പാനി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഗോതമ്പ് 2 വിസിലേക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ പായസത്തിലെ ഏറ്റവും പണിയുള്ള കാര്യം തേങ്ങ ചിരവി പാല് പിഴിഞ്ഞെടുക്കുക എന്നുള്ളത്. ചടപടയെന്ന് നമ്മൾ 6 തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എളുപ്പത്തിന് പാല് പിഴിഞ്ഞെടുക്കാനുള്ളൊരു സൂത്രം. നമുക്ക് ഈ തേങ്ങ കൊണ്ട് 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞെടുക്കണം. ഇത് രണ്ടും നമുക്ക് മിക്സിയിലെ ജാറ് തന്നെ ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറ് എടുത്ത് കുറേശ്ശെ തേങ്ങയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. എളുപ്പ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് കേട്ടോ അത്. 1-ാം പാല് പിഴിഞ്ഞെടുക്കാനായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 1-ാം പാലിന് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് പിഴിയാനൊരു എളുപ്പ വഴിയുണ്ട്. ഒരു പാത്രത്തിൻ്റെ മുകളിൽ അരിപ്പ് വെച്ച് ആ അരിപ്പയ്ക്കുള്ളിൽ തുണി വയ്ക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ഈ തുണിയിലേക്ക് തേങ്ങ വെച്ച് കൊടുത്ത് നമ്മൾ അലക്കി കഴിഞ്ഞ് തുണി പിഴിയില്ലേ, അതുപോലെ അങ്ങ് പിഴിഞ്ഞെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ 1-ാം പാല് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ചെറിയ അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് 2-ാം പാല് പിഴിഞ്ഞെടുക്കാനും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. 2-ാം പാല് പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ, ജാറിലേക്ക് തേങ്ങാപ്പീരി ഇട്ടിട്ട് നല്ലവണ്ണം വെള്ളം ഒഴിക്കുക, നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്കിട്ട് ഇളക്കിയെടുത്തിട്ട് അരിപ്പയിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ 2-ാം പാലം നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും. ഇതിൽ നല്ലവണ്ണം വെള്ളം ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ നമുക്ക് ഈസിയാണ്. അത് ഒന്നും കൂടെ ചെറിയ അരിപ്പയിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ 2-ാം പാലും റെഡി. ഇനി നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കണം. തോല് കളഞ്ഞെടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മൾ പായസത്തിന് വേണ്ട ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് നല്ല വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി പാകത്തിനാട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഗോതമ്പ് ഒരുപാട് വെന്ത് പോവാതിരിക്കുക പായസത്തിന് നല്ലത്. അതുകൊണ്ട് നമ്മൾ 2 വിസിൽ അടുപ്പിച്ചോളും. വെള്ളവും പാകമായതുകൊണ്ട് ഇനി നമുക്ക് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി നമുക്ക് പായസത്തിൻ്റെ പരിപാടി നോക്കാം. അടുപ്പ് കത്തിച്ച് നമുക്ക് വലിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുളി ചൂടായി വരുമ്പം നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ വേവിച്ച് വെച്ച ഗോതമ്പ് നെയ്യിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. വേവിച്ചെടുത്ത ഗോതമ്പിൽ വെള്ളത്തിൻ്റെ അംശം കുറവായതുകൊണ്ട് നമുക്ക് എളുപ്പം തന്നെ ഇത് വഴറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് നേരം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഗോതമ്പിലേക്ക് ഉരുക്കി വെച്ച ശർക്കര കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇളക്കി ചേർക്കാം.
ശർക്കരപ്പാനി ചേർത്ത് അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം വറ്റി കഴിയുമ്പം നമുക്കതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാല് ഒരുമിച്ചൊഴിക്കാതെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. രണ്ടാം പാല് ചേർത്ത് കഴിഞ്ഞാൽ കൈ എടുക്കാതെ നല്ല വെണ്ണ ഇളക്കി കൊടുക്കണം. രണ്ടാം പാല് ചെറുതായിട്ടൊന്ന് വറ്റി കഴിയുമ്പം നമുക്കതിലേക്ക് പൊടിച്ചെടുത്ത് ഏലക്ക ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം വറ്റി ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് നല്ല വെണ്ണ ഒന്ന് ഇളക്കിയെടുക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞ് പായസം വെട്ടി തിളയ്ക്കാൻ പാടില്ല. നല്ല വെണ്ണ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. അതിനു മുമ്പ് നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. പായസം ഇളക്കി വാങ്ങി വയ്ക്കാൻ നേരത്ത് ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് ഇറക്കി വയ്ക്കാം. അങ്ങനെ പായസത്തിൻ്റെ അവസാന ഘട്ടമെത്തി. കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പും കഴുകി വാരി വെച്ച് ഉണക്കമുന്തിരിയും രണ്ടും ഒരുമിച്ചെടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടോടെ തന്നെ നമുക്കിത് സ്കൂളിലെത്തിക്കാം. സ്കൂളിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടത് കുഞ്ഞാപ്പീനെയാണ്. നമ്മളെയും കാത്ത് കുഞ്ഞാപ്പി വാതുക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതാട്ടോ നമ്മുടെ കുഞ്ഞാപ്പിയുടെ പ്രിയപ്പെട്ട ഇത്ത. പായസം കൊടുത്തപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷമായി, അതുപോലെ നമുക്കും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.